കേസിൽ പെൺകുട്ടികളുടെ അച്ഛനെയും അമ്മയെയും പ്രതി ചേർത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയതായി വരുന്ന വാർത്ത. 6 കേസുകളിൽ പ്രതിയാക്കിക്കൊണ്ട് CBI ഇപ്പോൾ കുറ്റപത്രം നൽകിയിരിക്കുന്നു. ബലാത്സംഗത്തിന്റെ പ്രേരണ കുറ്റമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ശ്യാം ദേവരാജും റോഷിപാലും ചേരും വിശദാംശങ്ങളുമായി. രക്ഷിതാക്കളെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്. റോഷിപാൽ ചേരുന്ന വിശദാംശങ്ങളുമായി. റോഷിപാൽ, പീഡന വിവരം മറച്ചുവെച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിയാണ് മാതാപിതാക്കളെ പ്രതി ചേർത്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് വിശദാംശങ്ങൾ? വിനിത, വാളയാർ പീഡന കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായക നീക്കമാണ് CBI അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. CBI തിരുവനന്തപുരം യൂണിറ്റ്, ക്രൈം യൂണിറ്റാണ് ഇപ്പോൾ വാളയാർ കേസിലെ മരിച്ച കുട്ടികളുടെ രക്ഷിതാക്കളെ കൂടെ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. ഇതിലാണ് ഇപ്പോൾ അന്തിമ കുറ്റപത്രം എറണാകുളം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, വാളയാർ കേസിൽ ആദ്യഘട്ട അന്വേഷണം അന്നത്തെ CBI DYSP അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിനെതിരെ രക്ഷിതാക്കൾ കോടതിയെ സമീപിച്ചിരുന്നു. പിന്നീടാണ് പുനരന്വേഷണത്തിന് ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെ അന്വേഷണം തുടർന്നു. 2 വർഷമായി അന്വേഷണം തുടരുന്നു. ഒടുവിൽ CBI DYSP ഉമയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലെ അന്തിമ റിപ്പോർട്ട് കോടതിയിലെത്തുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 പേരും മാതാപിതാക്കളെ കൂടി വാളയാർ കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ 3 പ്രതികളാണ് വാളയാർ കേസിലുള്ളത്. കുട്ടികളെ നിരന്തരം പീഡിപ്പിച്ചതിന് അതിൽ നേരത്തെ 5 പേരുണ്ടായിരുന്നു. അതിൽ 2 പേർ മരിച്ചു. ഇപ്പോൾ 3 പ്രതികളുണ്ട്. അവർക്ക് പുറമെ 2 പ്രതികളെ കൂടി ഉൾപ്പെടുത്തുന്നു. അതിൽ ഒന്ന് ഈ കുട്ടികളുടെ 2 വാളയാറിൽ മരിച്ച കുട്ടികളുടെ അമ്മയും അച്ഛനുമാണ് ഇപ്പോൾ CBI പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ ഈ പീഡന വിവരം അറിഞ്ഞിട്ടും അത് പോലീസിനെ അറിയിച്ചില്ല എന്നതാണ് അവർക്കെതിരെ കുറ്റം ചുമത്താനുള്ള കാരണം. പോക്സോ നിയമപ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുക്കാനുള്ള തീരുമാനം CBI എടുത്തിരിക്കുന്നത്. നേരത്തെ ഈ പീഡന വിവരം അറിഞ്ഞിരുന്നു. പ്രതികൾ പീഡിപ്പിച്ചതായി തങ്ങൾ കണ്ടിരുന്നു എന്ന കാര്യം CBIക്ക് മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ CBI സംഘം നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് വാളയാർ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ ഇപ്പോൾ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ഏറ്റവും നിർണായകമായ തീരുമാനം CBI എടുത്തിരിക്കുന്നത്. കാരണം വളരെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും CBIക്കെതിരെ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കോടതി പാലക്കാട് നിന്നും പ്രത്യേക CBI കോടതിയിലേക്ക് മാറ്റുന്നതിനെതിരെ അടക്കം ഹൈക്കോടതി ഉൾപ്പെടെ സമീപിച്ച സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ CBI സ്പെഷ്യൽ കോടതിയിലേക്ക് കേസ് മാറ്റുകയും ചെയ്തു. ഏതായാലും വാളയാർ കേസിൽ കുട്ടികൾക്കും കുടുംബത്തിനും നീതി ലഭിച്ചില്ല എന്ന് ആക്ഷേപിച്ച് വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഉൾപ്പെടെ അമ്മ തന്നെ നേതൃത്വം നൽകിയതാണ്. അങ്ങനെ ഒടുവിൽ ഈ കേസിൽ ഒരു വഴിത്തിരിവാകുന്ന തരത്തിലാണ് CBI അന്വേഷണം എത്തിയിരിക്കുന്നത്. ഇതിൽ CBI അമ്മയും അച്ഛനെയും പ്രതി ചേർക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് വാളയാറിലെ പെൺകുട്ടികൾ നിരന്തരം പീഡിപ്പിക്കുന്നത് അത് നേരിൽ കണ്ടു എന്നുള്ളതാണ്. അത് തടയാൻ അവർ ശ്രമിച്ചില്ല. മാത്രവുമല്ല, ഇങ്ങനെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ അവർ പീഡിപ്പിക്കപ്പെട്ടിട്ടും ഈ വിവരം അത് കൃത്യമായി പോലീസിനെ അറിയിച്ചില്ല. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്ക് മുതിർന്നില്ല എന്നതാണ് ഇവർക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുക്കാൻ CBI കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. അതിൻ്റെ കുറ്റപത്രമാണ് തിരുവനന്തപുരം CBI ക്രൈം യൂണിറ്റ് ഇന്ന് കൊച്ചിയിലെ CBI സ്പെഷ്യൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. DYSP ഉമയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം പൂർത്തീകരിച്ചത്. വിനിത.